രസക്കൂട്ടു ചാലിക്കാം നാം ഹൃദയങ്ങൾ പങ്കുവയ്ക്കും ഇടം വലം കൈമാറും പറയണത് പകുതി മനസ്സിലാവില്ല. കണ്ണിൽ നിറതി ഞങ്ങൾ ഗ്യാപ്പ് റോഡിലേക്ക് കയറി ഗ്യാപ്പ് റോഡിലേക്ക് അമൽ അങ്ങനെയാണ് പറയുന്നത്. എല്ലാ ഓർമ്മകളും പറയുന്നത് ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പ് റോഡിലെത്തിയിട്ട് മനസ്സിലാക്കുക. ഗ്യാപ്പ് കാണുന്നില്ല എന്നാണ് അതവിടെ ഒന്നും കേൾക്കൂല. ചെമ്പകമേ 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 നീ എന്നും എന്റേതല്ലേ. ചെമ്പകമേ ചെമ്പകമേ നീ എന്നും എന്റേതല്ലേ. സഖിയേ സഖിയേ നീ എന്നും എന്റേതല്ലേ. രണ്ട് സൈഡ് കാടായിട്ടേ നാടൊന്നു കാണാൻ പോകാം മറ്റാരും കാണാതെ പുഴയോടും ചൊല്ല. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ് ഗൈസ്. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ കോളേജിൽ ഇന്നലത്തെ കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളൊരു 18 പേര് മൂന്നാറിലേക്ക് ഇന്നലെ ട്രിപ്പ് വന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി ഇവിടെ. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് അവിടെ സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷേ സൺറൈസ് കിട്ടറിയില്ല, ഫുൾ കോടയാണ്. കുറച്ച് മുമ്പ് നല്ല കോടയാണ്, ഇവിടെ മൊത്തം കാണാൻ പറ്റൂല. ഇനിയിപ്പോൾ കുറച്ച് ലൈറ്റ് വന്നിട്ടുണ്ട്. ഗൈസ് എല്ലാവരും കിടന്നുറങ്ങുകയാണ്. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ. ഞങ്ങൾ മാത്രമാണ് ഗൈസ് ഇങ്ങനെ. നമ്മളെ ഫോട്ടോഗ്രാഫർ മിസ്റ്റർ ശിവപ്രസാദ്. ആണോ മുക്കി ശിവ മുക്കി സൂര്യനവിടെ നോക്കിയാ നോക്കുന്നു. ഇതാണ് സ്മോക്കാന്ന് വെച്ചതാണ് വെച്ചോളൂ എഫക്റ്റ് ആയി. സൺറൈസ് ആകുമ്പോൾ സാധാ വീഡിയോ ഒരു വീഡിയോ എടുക്കാം. എടുത്തെടുത്തോ.
എന്താണോ നിന്റെ വ്ളോഗിലെ സംസാരം? ഗൈസ് ഞങ്ങൾക്ക് സൺറൈസ് കിട്ടി. ഗൈസ് സൺറൈസ് സൺസ്ക്രീൻ തേക്കാണ്ട് സൺറൈസ് ഉണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്യും. നമ്മൾക്ക് ഞങ്ങളെ കൂടെയുള്ള കുറച്ച് പേര് ഗ്യാപ് റോഡിന്റെ കുറച്ച് അങ്ങോട്ട് പോയി നമ്മൾ ഓരോരുത്തേക്ക് പോകാൻ പോകുന്നു. ഹായ് പറഞ്ഞേക്കാം. വ്ളോഗാട്ടോ എല്ലാവരും വ്ളോഗിൽ ഹായ് അങ്ങനെയല്ല, എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ട് എല്ലാരും ഒരു ഹായ് പറയൂ ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറയൂ. അല്ല അങ്ങനെ പറയണ്ടല്ലേ, എന്താ പറയാ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്നേഹാസ് യൂട്യൂബ് ചാനൽ. ബ്ലൂപ്പ് വേണ്ട ഇങ്ങനെ ഞാൻ അറിയാം. ഇൻട്രോ ഞാൻ അവിടെ കൊടുത്തു പോയി അറിയാതെ. ഞാൻ പ്രശാന്തി കൂടി പറയും ഹായ് ഗൈസ്. ഞങ്ങള് ജീവൻ പണയം പെടുത്തി കരുണിന്റെ കരുണ് ക്ലച്ച് ബ്രേക്കും അറിയില്ല. പശുവിന് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടിയാണ്, കാറിന്റെ ലൈസൻസ്. ആരോ കൊടുത്ത് ലൈസൻസ് പൈസ കൊടുത്ത് വാങ്ങിയാൽ ശിവ അങ്ങോട്ടേക്ക് വന്നത് ഉണ്ട്. ആരും അഡ്വഞ്ചർ യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്ക് കരുണ്ടൊപ്പം റൈഡ് ബ്രേക്ക് ചെയ്താ അതറിയില്ല. ലൈസൻസ് കിട്ടി. റൈഡ് ചെയ്ത വീഡിയോ എടുത്തോണ്ടിരിക്കണം. ഞാനൊരു വണ്ടി ഓടിച്ചിട്ടാണ് കാലോട് കണ്ടപ്പോ ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് ഇവരെല്ലാരും ഡ്രൈവിംഗും കാണാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഓടിക്കാൻ അറിയെങ്കിൽ നമ്മൾ ഓടിച്ചേനെ, പക്ഷെ അതറിയാതെ പോയി. അതന്നെ ലൈസൻസ് ഉണ്ട്, ആ ഒരു ഇത് മാത്രമേ മനസ്സിലാക്കണ്ട. അത് നമ്മൾ കണ്ടു, നേരിട്ട് കണ്ടു. കരുണ് എങ്ങനെ ലൈസൻസ് കരുൺ തന്നെ കമന്റ് ചെയ്യട്ടെ, കമന്റ് പറയണോ നിനക്ക് എങ്ങനെ ലൈസൻസ് കിട്ടിയത്? അത് കണ്ട് പുഷ്പം പോലെ എടുക്കണേ. ജീവൻ ഉണ്ടെങ്കിൽ കാണാം. നിന്റെ ആരോ അവിടെ ഉണ്ട്, അവിടെ ആദർശിന്റെ ആരോ ഉണ്ട്. ചേച്ചി എവിടെ? ആ ചേച്ചിയാണോ? എവിടാ? ആശ ഇവിടുന്ന് പോകുന്നു, അവിടുന്ന് വരുന്നു. ഓന്റെ മോനെ ഹായ് ഗായ്സ്. വേണ്ടല്ലേ അത് നോക്കൂ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ബൈക്സും നമ്മൾ റൂമൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ മുകളിലത്തെ എടുത്തത്. മുകളിൽ 3 റൂമും താഴെ 2 റൂമാണ്. 3 റൂമാണ്. ആ അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ റൂമാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ റൂം ഏതാണ്? അതെ ഞങ്ങൾ റൂം കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ഗൈസ് ആഫീഫിൻ്റെ ഒക്കെ റൂം ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ആശ്രൻ്റെ റൂമിലേക്ക് പോവാം. അടങ്ങിക്കടി. ഇതാണ് നമ്മളുടെ ആശ്നക്കുട്ടീൻ്റെ റൂം. എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് താഴത്തെ റൂമിൽ പോയി കണ്ടുവരാം. താഴത്തെ റൂമിലേക്ക് പോവാം. എല്ലാവരും നമുക്ക് താഴത്തെ റൂമിൽ എന്നാ വ്ളോഗ് എടുത്തില്ല. താഴത്തെ റൂം കാണിക്കാം. ഞങ്ങൾ വന്നപ്പോഴേക്കും മഴ ആണോ? ഞാൻ പറഞ്ഞ ഈ കൂടെ ഇറങ്ങി വെറുതെ കൂടെ ഇറങ്ങി. നമുക്ക് താഴത്തെ കൂടെ സ്റ്റെപ്പ് ഉണ്ട്. താഴത്തേക്കുള്ള വഴിയാണെങ്കിൽ ഉള്ളൊരു ടീംസ് എടുത്തിട്ടുണ്ട്. ആ കൊള്ളാം. വാഷ്റൂമും കുഴപ്പമില്ലാത്ത വാഷ്റൂം. ഇത് നമ്മളെ നിതിൻ്റെ റൂമാട്ടോ. ആണോ? ആ കെവിൻ ബെന്നിൻ്റെ റൂമാണ്. ഇത് ശിവപ്രസാദ് ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓൻ്റെ റൂം വയ്ക്കും. വാവ്, അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, കൊള്ളാം. മൊത്തത്തിൽ റിസോർട്ട് അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. താഴെയുണ്ട്. നമുക്ക് മുകളിലേക്ക് തന്നെ പോകാം. തുറക്കടി. വളാക്കൊണ്ട് എന്താ കാര്യം ഉണ്ടാക്കുന്നേ? ചെഫന്നെ ആരണി അല്ല ഷെഫ് ഷെഫ് നമ്മളുടെ ഷെഫ് ജയേഷും ഷെഫ് ഡിബിനും ആണ് ഗൈസ് നമുക്കിന്ന് അൽഫാം ഉണ്ടാക്കി തരാൻ പോണത്. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ചോര കളർ കാണും. എന്തേ ചോരയോ? ചിക്കൻ കഴിക്കണം കാണിക്കാൻ പറ്റില്ല. സാരില്ല, അത് വരുമ്പോ എന്തെങ്കിലും അറിയോ, ഞാൻ ട്രിം ചെയ്ത് കട്ട് ചെയ്തോണ്ട് ആണേ. ഈ മസാല വയ്ക്കുമ്പോൾ കേട്ടോ, അത് വ്ളോഗിനായിട്ട് വരാം. എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? എനിക്ക് ഇഷ്ടമില്ല. വേറെ എന്തെങ്കിലും ചെയ്തു തരാം. ഞാൻ മസാല ഉണ്ടാക്കി തരാം. പിന്നെ വേറെ എന്തുണ്ട്? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ അൽഫാം മാത്രം മതി അല്ലേ? അതിനിപ്പുറം പൊറോട്ട കുബൂസ് പൊറോട്ട മതിയില്ലേ? എനിക്ക് മയോണൈസ് വേണമെന്നൊന്നുമില്ല. അവിടെ ഇതുണ്ടോ? ആ മിക്സി ഇല്ല. പിന്നെ എങ്ങനെ മയോണൈസ് ഉണ്ടാക്കും?
ആണോ? ഇവനെ ഫോക്കസ് ആവണില്ല. അതാണ് ചൈത്താമാരെ ഫോക്കസ് ആവുക. എന്റെ റൂമൊക്കെ എങ്ങനെയുണ്ട്? അതെ, എല്ലാത്തിനും പിറകിലുള്ള കൈകൾ. പുറവേശ് ഒറ്റയ്ക്ക് വൈബേ. എനിക്കില്ലേ, എനിക്കില്ല. ഇതൊരു വീട് മാറി ഉണ്ടല്ലേ? അതിനെന്നാലും സ്വന്തം വീട് മാറിയൊക്കെ തോന്നുന്നു. ശ്വാസം പിടിച്ചിട്ട് രണ്ടെണ്ണം കൊണ്ടുവരണ്ടല്ലേ? ഞങ്ങള് സ്വീറ്റ് പൊറോട്ട 3 ഇവിടെ വന്നതിന് ശേഷം ഇതാണ് ഇവിടെ ആരില്ലേ ഗൈസ്, എല്ലാരും സാധനങ്ങൾ വാങ്ങാനൊക്കെ പുറത്ത് പോയിക്കാണ്. ഞങ്ങള് കുളിച്ചു വന്നപ്പോഴേക്കും ഇവിടെ ഒരു മനുഷ്യന്മാരില്ല. നമ്മള് താടി നമ്മള് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിബീനൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചുമ്മാ വെറുതെ ഇരിക്കണം. അറിയില്ലല്ലോ. ഞങ്ങൾ വന്നപ്പോ കൊറേ നേരം പൂളിലൊക്കെ കളിച്ച് ഫോൺ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് നല്ല മഴ. നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം. ഇനി ഓരൊക്കെ വന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ഗ്രില്ല് വെച്ചിട്ട് കഴിക്കാന്. നീന്തി വന്നതുകൊണ്ട് ഭയങ്കര പൂളിൽ കുറേ നേരം കളിച്ചിട്ടുണ്ട്. ഭയങ്കര വിശപ്പ്. ഇപ്പോൾ കഴിച്ച് നമുക്ക് വിശന്നിട്ട് ഇവിടെ ആണെങ്കിൽ കുറേ മാങ്ങ, പേരക്ക, ചക്ക അങ്ങനത്തെ എല്ലാ സാധനം ഉണ്ട്. അപ്പം മാങ്ങ പറിക്കാൻ പോണ അതേനാണ് കഴിച്ചത്. ഓ എന്തായാലും പറ്റും. ഓ ജാതിക്ക കുറച്ച് തിന്നാലോ? ജാതിക്ക തിന്നൂലേ? കാണിച്ചിടാം. മഴ എന്നെക്കൊണ്ടാണ് കഴിച്ചത്. എനിക്ക് പൂളിൽ കളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മളെ പൂൾ. ഇവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോണത്. അതിനിപ്പോൾ എല്ലാവരും വരണം. എടി പോയി പറിച്ചാ ജാതിക്ക. എനിക്ക് വേണം. ജാതിക്ക ഉണ്ട്, പേരക്ക ഉണ്ട്, ജാമ്പക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, ചക്ക ഉണ്ട്. ചക്ക നമുക്ക് വേണ്ട. എന്തൊക്കെ ഉണ്ട്. ജാതിക്ക തിന്നോക്കാം. തിന്നാൻ പറ്റില്ല തോന്നുന്നില്ല. പച്ചക്ക് അച്ചാറിലിടുക അല്ലേ? ജാതിക്ക ഉപ്പിലിടും. പക്ഷെ ആ പുളിക്ക് ഇഷ്ടപ്പെട്ട്. എന്തിനു വേണ്ടിട്ട് എടുത്തോ? അത് പൂള് വൃത്തിയാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അത് എടുത്തോ? കുഴപ്പമില്ല, മാങ്ങ അരയ്ക്കാനല്ലേ. അത് വേണം. മതിയില്ലേ? വെള്ളത്തിൽ പോലും ഇറങ്ങാത്ത ശത. ഇത്രയും കാലമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാത്ത ശത. കൈസ് ഇന്ന് ഓളി വെള്ളത്തിൽ കൂടെ നടന്ന് നീന്തിയില്ല, പക്ഷെ നടന്ന്. അത് ചെറിയ കാര്യമാണ്, പക്ഷെ അമ്മക്കതൊരു വലിയൊരു കാര്യമാണ്. മുങ്ങാനും പഠിച്ചു. അത് പിന്നെ പണ്ടേ മുങ്ങാനുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് സ്വയം മുങ്ങാൻ പഠിച്ചു.
എന്നാലും ഉണ്ണിടുമ്പോ നീ മുങ്ങലില്ലേ? മുക്കലുണ്ട് അതന്നെ. ആ കഴിക്കാൻ മതി. ഇതാണ് ഗൈസ് നമ്മളുടെ റിസോർട്ട്. ആ എനിക്ക് ലിവർ ഇഷ്ടമില്ല. നന്നായിന്ന് പോളാണത്. ഞാനാണ് അവളെ കൂടെ പോയത് മാങ്ങ പറിക്കാന്. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കൊണ്ട് ഗെയിം ഉണ്ട് കേട്ടോ. പ്രശാന്തിന്റെ ഓരോ ഗെയിമാണ്. ഓ സിമ്പിൾ. അതൊക്കെ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. എനിക്ക് എന്താണ് പറയുന്നത്? ഇപ്പൊ പറയാം. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഗായത്രീനെ വെള്ളത്തിലേക്ക് ഒന്നിട്ട എന്റെ അൽബം നിനക്ക് നടന്ന അങ്ങനെ വരണം. എങ്ങനെ ഈ വഴി നടന്ന അങ്ങനെ വരുമോ? പക്ഷെ എന്നെ ഉന്നിടരുത്, ഞാൻ തരും. അല്ലോ അല്ല അയ്യോ സംതിങ് ഒരു പ്രൈവസി സമാധാനായില്ലേ? നിനക്കറിയോ ഇവ ചെയ്തെന്നറിയോ? ഒരു ടിവിയെ പോലും വെറുതെ വിടുന്നില്ലേ ഇവര്? അപ്പൊ ഗായ്സ് ഞങ്ങള് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നോക്കില്ലേ കുറച്ച് കാര്യം പറയാണ്ട്. നോക്കില്ലേ? ഹായ് ഗായ്സ്, ഇന്നലെ കുറച്ച് വീഡിയോ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കല്ല എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. മീൻസ് ഫോണൊന്നും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഫുൾ ടൈം ഒരു എന്താ പറയാ, ഈ നായിനെ കൊണ്ട് ഇന്നെ അടിച്ചാണ്. ഞാൻ വർത്താനം വ്ളോഗ് എടുക്കാൻ നേരത്തെ ഇവളെ നോക്കിയിട്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാഞ്ഞ്. പറഞ്ഞ എനിക്ക് പറയാനുള്ള പറയും. ഇവർക്ക് എന്താ പറയാനുള്ള അറിയില്ല ഗൈസ്. കാരണം ഇന്നലെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വ്ളോഗിലാണെങ്കിലും സങ്കടമല്ല, അത് സങ്കടമൊന്നും ഇല്ല എനിക്ക് എടുക്കാൻ പറ്റാത്ത. ആ അത് വേണ്ട. മീൻസ് ഇന്നലെ നമ്മളെന്താണ് പറയടാ, ഇന്നലെ ഫുൾ എൻജോയ് ചെയ്തിരിക്കും. അതിനായാലും നമുക്ക് വ്ളോഗ് എടുക്കാൻ അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ നടക്കാനൊന്നും ഒരു ഫുൾ ടൈം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാം. അല്ലാടാ എന്നാ പറയാ ഉദ്ദേശിച്ച് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ പറയണത് പകുതി മനസ്സിലാവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാ എന്റെ 300 സബ്സ്ക്രൈബേഴ്സ് ബൈ പറഞ്ഞേ. അശ്വതി അവിടെ ഇരുന്നോ? അശ്വതി എന്തിനു കാര്യണേ? ഞാൻ ഇങ്ങനെ കരയാണ്ട് പിടിച്ചിരിക്കണം. നിങ്ങൾ ഇത്രയും പേരുടെ അടുത്തത് പോയിട്ട് ആരുണ്ടാവും? ഹലോ പഴയ പാലയില്ലേ? ഇടം വലം കൈമാറും, കൈകോർത്തു നമ്മളൊന്നാകും.
അതുമെന്നും ഓർമ്മയിൽ നിറയാൻ മൃദുഹാസമോടെ നീ